ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. മുന്നണിയിലെ ഘടകകക്ഷിയുടെ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. CK ഷാക്കിറാണ് ചേരുന്നത്. ഷാക്കിർ, ഇപ്പോൾ യുവരാജ് ഗോകുല് പറഞ്ഞ വരികൾ എടുത്തു നോക്കുകയാണെങ്കിൽ UDF-ൽ ഒരു ഐഡിയോളജിക്കൽ ബാക്കിംഗ് ഈ ഒരു വിഷയത്തിന് കിട്ടുകയാണ്. ജമാഅത്തെ ഇസ്ലാമി 2016 മുതൽ UDF-നെ പിന്തുണയ്ക്കുകയാണ് എന്ന് പറയുന്നു. വളരെ കൃത്യമായ ഒരു പിന്തുണ. ഒരുപക്ഷെ K മുരളീധരൻ അത്തരത്തിലൊരു പ്രസ്താവന നടത്തി ഒരുപക്ഷെ വിട്ടുകളയേണ്ടതായിരുന്നു ആ വിഷയം. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതും അതാണ്. പക്ഷേ ശക്തിയുക്തം അതിനെ പിന്തുണയ്ക്കുകയാണ് UDF-ന്റെ ഘടകകക്ഷികൾ. എങ്ങനെയാണ് CP ജോൺ എന്ന് പറയുന്നത് UDF-ലേക്കൊരു നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വളരെ ഉന്നതമായ ഒരു ബോഡിയിൽപ്പെട്ട ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CP ജോണിൻ്റെ വാക്കുകൾക്ക് UDF-ലൊക്കെ അങ്ങേയറ്റം പ്രസക്തിയുണ്ട്. എങ്ങനെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയെയൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിൽ പരസ്യമായി പിന്തുണയ്ക്കാൻ പറ്റുന്നത്? അത്തരത്തിൽ അവരുടെ പിന്തുണ സ്വീകരിച്ചു എന്ന് പറയുന്നതോ അവരെ ഒരു തരത്തിലും അകറ്റി നിർത്തേണ്ടവരല്ല എന്ന് CP ജോണൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ എങ്ങനെയാണ് മുസ്ലിം ലീഗ് വിഷയത്തെ കാണുന്നത്? അല്ല, ജമാഅത്തെ ഇസ്ലാമി നേരത്തെ ശ്രീ K മുരളീധരൻ പറഞ്ഞതുപോലെ പല തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തവരാണ്. ചില തെരഞ്ഞെടുപ്പുകളിൽ അവർ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായും വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർ സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഒരു വലിയ പാർട്ടിയോ വലിയ ആൾക്കൂട്ടമുള്ള ഒരു സംവിധാനമല്ല. അതിനെ കൂടുതൽ ഇപ്പോൾ മുസ്ലിം സമുദായത്തിനകത്തെ ഇത്തരം സംഘടനകളെ പലപ്പോഴും ചേർത്ത് നിർത്തിയത്, അതായത് മുസ്ലിം ലീഗിനെതിരെ ഉപയോഗിക്കാൻ വേണ്ടി ചേർത്ത് നിർത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് K മുരളീധരൻ പറഞ്ഞത് പരസ്യമായിട്ടാണ്. അതിലൊരു പിന്നെന്താ പറയുക, ഒരു ആശങ്കക്കും വകയില്ല. മാത്രവുമല്ല, ജമാഅത്തെ ഇസ്ലാമി രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കോ വിധ്വംസക പ്രവർത്തനങ്ങൾക്കോ നേതൃത്വം നൽകും നമ്മളാരും കണ്ടിട്ടില്ല. അവരുടെ ഐഡിയോളജിയുമായി നമുക്ക് വിയോജിപ്പുണ്ട്. എന്നാൽ അവർ പൊതു മിനിമം പരിപാടിയുടെ താല്പര്യത്തിൽ അല്ലെങ്കിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ നല്ലത് ആ സമയത്ത് UDF ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് മുസ്ലിം ലീഗാണെന്ന് അവർക്ക് തോന്നുമ്പോൾ അവർ വോട്ട് ചെയ്യുന്നതിന് എന്തിനാണ് ഒരു അപരാധമായി കാണുന്നത്? ഇപ്പോൾ ഇന്നലെ ചന്ദ്രികയിൽ ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ MK മുനീർ സാഹിബ് കൃത്യമായ ലേഖനം എഴുതിയിട്ടുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയും CPM-ഉം കേരളത്തിൽ ഏതൊക്കെ പഞ്ചായത്തുകളിൽ ഭരിക്കുന്നു, ഏതൊക്കെ പഞ്ചായത്തുകളിൽ സഖ്യമായെന്ന് വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ മാത്രം 23 പഞ്ചായത്തുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയുമായി സഖ്യമുണ്ടായിരുന്നു. അങ്ങനെ മിക്ക സ്ഥലങ്ങൾ, ഇപ്പോൾ പാലക്കാട് കോർപ്പറേഷനിൽ അല്ലെങ്കിൽ നഗരസഭയിൽ അവിടെ ജമാഅത്തെ ഇസ്ലാമി വിജയിച്ചത് CPM പിന്തുണയിലാണ്. അങ്ങനെ പിന്നെ അവിടെ ആലത്തൂർ പഞ്ചായത്തിൽ മറ്റ് പല സ്ഥലങ്ങളിലും ആലപ്പുഴയിലെ ഒക്കെ ഇവരുള്ള സ്ഥലങ്ങളിൽ ഇവരെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിർത്തി ഇവരാണ്. ഞങ്ങളുടെ ഒരു വാദം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഇത്ര വലിയ സംഭവമാക്കി എടുക്കേണ്ട ഒരു സംഗതിയല്ല ശ്രീ K മുരളീധരൻ പറഞ്ഞിട്ടുള്ളത്. ഇവർ ഏതെങ്കിലും തരത്തിൽ നമ്മൾ സമൂഹത്തിൽ പിന്നെ മുഖ്യധാരയിൽ ഇല്ലാത്ത തീവ്രവാദമോ ഭീകരവാദമോ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിൽ നമുക്ക് അവർ മാറ്റി നിർത്താമായിരുന്നു. അവരുടെ ഐഡിയോളജിയുമായി മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലക്ക് അവർ ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിലെന്താണ് കുഴപ്പമെന്നറിയാൻ താല്പര്യമുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന ഒരു സംഘടനയാണ്. അതിനെ കയ്യകലത്തിൽ നിർത്തണം എന്ന് മുസ്ലിം ലീഗ് പലതവണ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ നിലപാട് അങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയോടുള്ളത്. അതിൽ എന്ന് മുതലാണ് ഷാക്കിർ ഒരു മാറ്റം വരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗ് പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുമായി ഐഡിയോളജിക്കൽ ആയിട്ടുള്ള വ്യത്യാസമുണ്ട്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു പാർട്ടി ഒരു മുന്നണിയൊക്കെ ആയാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ അത് പിന്നെ ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ താല്പര്യം മുൻനിർത്തി ജമാഅത്ത് ഇസ്ലാമിയോ അതിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമോ UDF-നോ ലീഗിനോ കോൺഗ്രസിനോ CPM-നോ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് അവരുടെ താല്പര്യമാണ്. അവർ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ നാടിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ യോജിച്ചത് ഇവരാണ് എന്ന് മനസ്സിലാക്കി അവർ വോട്ട് ചെയ്യുന്നത് എന്ത് അപരാധമാണ് നിങ്ങൾ കാണുന്നത്? അവിടെയാണ് നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും സഖ്യമായി കാലങ്ങളായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു. കോൺഗ്രസിൻ്റെ ഐഡിയോളജി വേറെയാണ്, മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജി വേറെയാണ്. ഒന്നിനെ ഒരർത്ഥത്തിൽ സ്വാധീനിക്കണില്ല. അത് രാഷ്ട്ര താല്പര്യം മുൻനിർത്തി പരസ്പരം പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു മുന്നണിയും പാർട്ടികളുമാണ്. അത് ഏതെങ്കിലും സംഘടനയുമായോ ഏതെങ്കിലും സംവിധാനങ്ങളുമായോ ഇതേപോലെ അവർ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചല്ലെങ്കിൽ കൂടെ പ്രവർത്തിച്ചാൽ അതങ്ങനെ ആ രീതിയിലുള്ള തീവ്രവാദമോ ഭീകരവാദമോ മുന്നോട്ട് വെക്കുന്ന പ്രസ്ഥാനമല്ലല്ലോ. എൻ്റെ ആവർത്തിച്ചുള്ള ചോദ്യം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എനിക്ക് സംശയമുണ്ട്. ഭീകരവാദമോ അല്ലെങ്കിൽ ആ രീതി തീവ്രവാദമോ മുന്നോട്ട് വെക്കുന്ന പ്രസ്ഥാനമാണോ ജമാഅത്ത് ഇസ്ലാമി? അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞങ്ങൾ രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ മതപരമായ ചില വിഷയങ്ങളൊക്കെ ശക്തമായ വിയോജിപ്പുകളുണ്ട്.
അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പൊതുവായ താല്പര്യം മുൻനിർത്തി ചില വിഷയങ്ങൾ സഹകരിക്കാറുമുണ്ട്. അത് നേരത്തെയുള്ള നിലപാടാണ്. രണ്ട് പാർട്ടി ഒരു പാർട്ടി ആവുകയോ രണ്ട് ഐഡിയോളജി ഒന്നാവുകയോ ചെയ്യുന്നൊരു സാഹചര്യമില്ല. ശരി.